ഇന്ത്യയിലെ ആദ്യത്തെ നാവിക പടത്തലവനായ കുഞ്ഞാലി മരക്കാരുടെ മ്യൂസിയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ആർട്ട് ബീറ്റ്സിൽ ആദ്യം. ഈ മ്യൂസിയം അടുത്ത 8-ാം തീയതി സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. കുറേ കാലങ്ങളായി സംരക്ഷണ പ്രവർത്തികൾക്ക് വേണ്ടി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഈ മ്യൂസിയം. കോഴിക്കോട്ടെ വടകരയ്ക്കടുത്ത കോട്ടക്കലിലാണ് കുഞ്ഞാലി മരക്കാർ മ്യൂസിയം ഉള്ളത്. ഇവിടെ അദ്ദേഹത്തിന്റെ വാളും പീരങ്കി ഉണ്ടകളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നു. മലബാർ മേഖലയുമായി ബന്ധപ്പെട്ട പ്രാചീന ശിലായുഗത്തിലെ നാണയങ്ങളും മഹാശിലായുഗത്തിലെ മൺകുടങ്ങളും ഒക്കെ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാരും സാമൂതിരി രാജാവും കൂടി കുഞ്ഞാലി മരക്കാർക്കെതിരായിട്ട് തിരിഞ്ഞ സമയത്ത് ഈ കോട്ടകളെല്ലാം ഇടിച്ചു നിർത്തി അതിൽ ബാക്കി വന്നൊരു ഭവനം എന്ന രീതിയിലാണ് ഇപ്പോൾ കുഞ്ഞാലി മരക്കാർ കോട്ട നിലനിൽക്കുന്നത്. അതിലൊരു ഭവനമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. കുഞ്ഞാലി മൂന്നാമൻ നിർമ്മിച്ച കെട്ടിടമാണ് മ്യൂസിയമായി നിലനിർത്തിയിരിക്കുന്നത്. നാവിക പടത്തലവന്റെ സ്മരണാർത്ഥം ഇവിടെ നാവികസേന നിർമ്മിച്ച ഒരു സ്തൂപവുമുണ്ട്. കുഞ്ഞാലി മരക്കാർ ജുമഅത്ത് പള്ളിയും ഈ സ്മാരകത്തിനടുത്താണ്. കൈതപ്രം എന്നത് കണ്ണൂരിലെ ഒരു ഗ്രാമമാണ്. പക്ഷെ മലയാളികൾക്ക് കൈതപ്രം എന്ന് പറയുന്നത് സംഗീതത്തിന്റെ പര്യായമാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീത സംവിധായകനും ഗായകനും മാത്രമല്ല കൈതപ്രം, ഗാനരചയിതാവും കവിയും നടനുമൊക്കെയാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് വെച്ച് ആദരിച്ചു. കേരള കലാസാംസ്കാരിക വേദിയായിരുന്നു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. കൈതപ്രം ആദ്യമായി ഗാനരചന നിർവഹിച്ചത് എന്നെന്നും കണ്ണേടന്റെ എന്ന സിനിമയ്ക്കായിരുന്നു. ഇതിലെ ദേവദന്തുഭി എന്ന ഗാനത്തിന്. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ ആദരിച്ച ചടങ്ങിന് ദേവദന്തുഭി എന്ന പേര് നൽകിയത്. വ്യത്യസ്തമായ 3 പ്രദർശനങ്ങൾ നടന്നു കഴിഞ്ഞ ആഴ്ച എറണാകുളം ദർബാർ ഹാളിൽ. ഗിരീശൻ ഭട്ടതിരിപ്പാടിന്റെ ഫോട്ടോകളുടെയും പെയിന്റിങ്ങുകളുടെയും പ്രദർശനമായിരുന്നു അതിലൊന്ന്. പ്രകൃതിയുടെയും അനുഷ്ഠാന കലകളുടെയും വർണ്ണങ്ങളിലൂടെ ആത്മീയതയെ പങ്കുവയ്ക്കുകയാണ് ഈ കലാകാരൻ. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ചിത്രകലയിൽ അദ്ദേഹം സ്വന്തമായൊരു സ്ഥാനം നേടി. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഗിരീശന്റെ ചിത്രങ്ങളിലധികവും പ്രകൃതി ദൃശ്യങ്ങളാണ്. കൂടുതലായും ഉപയോഗിച്ചിരിക്കുന്നത് പച്ച കളറും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ നമ്മുടെ നാടൻ കലാരൂപങ്ങളിലെ ജ്യാമിതീയ രൂപങ്ങൾ പകർത്തി വച്ചിരിക്കുന്നു. അവയുടെ അനുഭൂതി ചിത്രങ്ങളിലും കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നു. വാഴയിലയുടെ പെയിന്റിംഗ് ആണ് ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ വ്യത്യസ്തമായ മറ്റൊന്ന്. ഒരുപക്ഷെ ചിത്രകലയിൽ തന്നെ ഇത്തരത്തിലൊരു പരീക്ഷണം ആദ്യമായിട്ടായിരിക്കും. കീറാത്ത വാഴയില മാത്രമേ ആൾക്കാർക്ക് ആവശ്യമുള്ളൂ. കീറിക്കഴിഞ്ഞാൽ നോക്കാറില്ല. പക്ഷെ ആ കീറിക്കഴിഞ്ഞാൽ അതിനുണ്ടാകുന്നൊരു ഫോംസ് ഉണ്ട്, ഒരു ട്രയാങ്കിൾസ്. അതിൻ്റെ അതൊരു ആർട്ടാണ്. ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുക, കാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിന് ഞാനെടുത്ത് എൻ്റെ ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്തു. 2011 തൃശ്ശൂരിൽ നടന്ന പാഞ്ഞാൾ അതിരാത്രത്തിൻ്റെ ഫോട്ടോകളാണ് ഗിരീശന്റെ പ്രദർശനത്തിലെ മറ്റൊരു ആകർഷണം. ഈ ഫോട്ടോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് DC ബുക്സ് പ്രസിദ്ധീകരിച്ച ബുക്ക് ഇന്ന് പല സർവകലാശാലയിലും റെഫറൻസിന് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഓപ്പൺ റിഡിൽസ് എന്ന പ്രദർശനമായിരുന്നു. 4 യുവ കലാകാരന്മാർ ചേർന്നായിരുന്നു ഇത് സംഘടിപ്പിച്ചത്. ശില്പങ്ങളും പെയിന്റിങ്ങുകളും ഈ പ്രദർശനത്തിലുണ്ടായിരുന്നു.
വ്യത്യസ്ത പ്രമേയങ്ങൾ ഒരേ ക്യാൻവാസിൽ ഒരുമിപ്പിക്കുകയായിരുന്നു ഓപ്പൺ റിഡിൽസ്. പ്രകൃതിയെയും ആധുനികതയെയും ഒരുമിപ്പിച്ച് ആധുനികത പ്രകൃതിയെ എങ്ങനെ കീഴ്പ്പെടുത്തുന്നുവെന്ന് ഈ ചിത്രങ്ങൾ പറയുന്നു. പ്രദർശനത്തിലുണ്ടായിരുന്ന ശില്പങ്ങൾക്കും ഉണ്ടായിരുന്നു പ്രത്യേകത. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ പ്രകൃതിക്ക് എങ്ങനെ വിനയാകുന്നു എന്ന ആശയം ഈ ശില്പങ്ങൾ പങ്കുവയ്ക്കുന്നു. തൃപ്പൂണിത്തറ RV കോളേജിലെ 2 വിദ്യാർത്ഥികളും 2 പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നായിരുന്നു ഈ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. അധ്യാപകനും എഴുത്തുകാരനുമായ അജയ് ശേഖറും ചിത്രകാരൻ ടി മുരളിയും ചേർന്ന് സംഘടിപ്പിച്ച ചിത്രപ്രദർശനമായിരുന്നു മറ്റൊന്ന്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഹിംസയുടെ കാഴ്ചയും പ്രതീകാത്മകതയുമാണ് ഈ ചിത്രങ്ങൾ പങ്കുവച്ചത്. കോട്ടയം സ്വദേശിയായ അജയ് ശേഖർ നിരവധി ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. സംസ്കൃത സർവകലാശാലയുടെ തൃശൂർ കേന്ദ്രത്തിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്നു. ചിത്രകാരൻ ടി മുരളി കണ്ണൂരിൽ സ്വന്തമായി കലാസ്ഥാപനം നടത്തുന്നുണ്ട്. കേരള ബ്ലോഗ് അക്കാദമിയുടെ സ്ഥാപകാംഗവും ജനകീയ ബ്ലോഗിംഗ് പ്രസ്ഥാനത്തിന്റെ പ്രചാരകനുമാണ്. ഇനി മറ്റു വിശേഷങ്ങൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ആദിമമൃണം തീർക്കാൻ ആർത്തനായി സ്തബ്ധം നിന്ന കാന്തനിൽ കൺവെക്കാതെ ആർദ്രനേത്രനായി നോക്കും ഉണ്ണിയെ തഴുകാതെ. തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്ന് തട്ടി നീക്കി 2 ഓമന കയ്യുകൾ. അത് എൻ്റെ മൂത്ത ഏട്ടൻ ഡോക്ടർ മോഹൻദാസും കമലയാണ് തൊട്ടിയിൽ കിടക്കണ കുട്ടി അപ്പോൾ എഴുതിയിട്ടുള്ളതാണ്. മാതൃത്വത്തിന്റെയും വാത്സല്യത്തിന്റെയും കവയത്രിയാണ് ബാലാമണിയമ്മ. ഭക്തിയും ദേശീയ പ്രസ്ഥാനവും പ്രണയവും നിഷ്കളങ്കമായ ശൈശവഭാവവും മാതൃത്വത്തിനൊപ്പം ബാലാമണിയമ്മയുടെ കവിതകൾക്ക് വിഷയമായി. വീണ്ടും ആദിമമൃണം തീർക്കാൻ ആർത്തനായി സ്തബ്ധം നിന്ന കാന്തനിൽ കൺവെക്കാതെ ആർദ്രനേത്രനായി നോക്കും ഉണ്ണിയെ തഴുകാതെ നടന്നേൻ ധർമാധ്വാവിൽ ദുർഗമോരോന്നും. മാതൃത്വത്തിൻ്റെ കവി എന്നുള്ള ഒരു പേര് അമ്മയ്ക്കൊരു പട്ടം അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്തു. ഇപ്പം എല്ലാവർക്കും മാതൃത്വത്തിൻ്റെ കവിയാണ് എന്നുള്ള ഒരു ഇത് വന്നു. അത് ആ ചെറുപ്പത്തിൽ ആദ്യം നമ്മളൊക്കെ എല്ലാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും പഠിച്ചിട്ടുണ്ടാവും. തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്ന് തട്ടി നീക്കി 2 ഓമന കയ്യുകൾ. അത് എൻ്റെ മൂത്ത ഏട്ടൻ ഡോക്ടർ മോഹൻദാസും കമലയാണ് തൊട്ടിയിൽ കിടക്കണ കുട്ടി അപ്പോൾ എഴുതിയിട്ടുള്ളതാണ്. സാഹിത്യ തറവാടായ നാലപ്പാട്ട് തറവാട്ടിലെ അംഗം, നാലപ്പാട്ട് നാരായണ മേനോന്റെ മരുമകൾ, ലോകപ്രശസ്ത എഴുത്തുകാരി കമലാ സുരയ്യയുടെ അമ്മ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളാണ് ബാലാമണിയമ്മയ്ക്ക്. നരമണ്ഡലം മഹാവീഥി നീളുന്നു വീണ്ടും മുന്നിൽ. മാനവ പ്രയത്നത്തിൻ നിശ്ചിത സാഫല്യത്തെ കാണിച്ചു വയ്ക്കും വയലേലകളെ. ആദ്യ കവിത എഴുതുന്നത് 16-ാം വയസ്സിലാണ്, വിലാപം എന്ന പേരിൽ. ആദ്യ കവിതാ സമാഹാരം കൂപ്പുകൈ പുറത്തിറങ്ങുന്നത് 21-ാം വയസ്സിൽ. അതിനിടയ്ക്ക് 19-ാം വയസ്സിൽ വിവാഹം. ദണ്ഡമെന്നിയെ മൃഗപക്ഷികൾ തിമർക്കുന്ന ദണ്ഡകാരണ്യത്തിൻ. ആ കാലത്തെ എഴുത്തുകാരിലെ സ്ത്രീ ശബ്ദമായിരുന്നു ബാലാമണിയമ്മ. പ്രപഞ്ചവും പ്രകൃതിയും അമ്മയും കുഞ്ഞുമായി അവരുടെ കവിതകളിൽ നിറഞ്ഞു നിന്നു. ഒപ്പം സ്വാതന്ത്ര്യവും സമത്വവും വേറിട്ടൊരു കാഴ്ചപ്പാടിൽ ഉയർന്നു വന്നു. അമ്മ ഇതിലൊക്കെ അമ്മ എന്ന് വിളിക്കുന്നത് വിശ്വാംബയാണ്, ദേവിയാണ്, ഉപാസനാമൂർത്തി, ലളിതാ സഹസ്രനാമം ചൊല്ലുക, അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ആ ദേവി ഈ അമ്മയായിട്ട് നിന്നിട്ട് എൻ്റെ അമ്മയെ തൊട്ടിയിൽ കിടത്തിയിട്ട് ആട്ടണതായിട്ടുള്ള ഒരു കവിത ഞാൻ പിന്നീട് വായിച്ചു. അതിൻ്റെ പേര് ത്വരിത താളം എന്നാണ്. ആ ഇങ്ങനെ കിടക്കണ സമയത്ത് എന്താണ് അമ്മ കാണുന്നത്? മനസ്സി ദർശിപ്പേൻ അണ്ടകടാഹങ്ങൾ അണിനിരന്നാടും അക്ഷീണ താണ്ഡവം. ഗ്രഹങ്ങളൊക്കെ അണിനിരന്നാടണ ഒരു താണ്ഡവമാണ് ഈ കിടക്കണ കുട്ടി
ദർശിക്കുന്നത്. ആട്ടണത് വിശ്വാംബയാണ്. എന്നിട്ട് അവസാനം പറയുന്നു, സ്ഥിരചരാംബികെ, സ്ഥിരമായവയുടെയും ചരിക്കുന്നവയുടെയും അമ്മേ അംബികെ, തൊട്ടിലാട്ടുന്ന നിൻ ത്വരിത താളം എൻ നെഞ്ചിൽ ധ്വനിക്കുന്നു എന്നാണ്. അപ്പോൾ മകളെ കിടത്തി ആട്ടിയ അമ്മ കഴിഞ്ഞിട്ട് അമ്മ മകളായിട്ട് കിടന്നിട്ട് വിശ്വാംബ തൊട്ടിലാട്ടാൻ തുടങ്ങിയ ഒരാളാണ് ഈ ബാലാമണി അമ്മ.